ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാങ്ക് ക്രാഫ്റ്റ് PSC. നമ്മളിന്ന് 2025 PSC നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഫൈനൽ ആൻസർ കീയിൽ ഏത് ഓപ്ഷനാണോ ആൻസറായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ആ ഓപ്ഷൻസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ആൻസേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായിരിക്കും പഠിക്കുന്നത് കൂടുതൽ ഉചിതമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മലയാളം എന്ന സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലേ. 10 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റനൊക്കെ വർക്കൗട്ട് ചെയ്താൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റും കൂടിയാണ് മലയാളം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിപരീത പദം എഴുതുക. ഏതിൻ്റെയാണ്? ശുദ്ധം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അശുദ്ധമാണല്ലേ, അശുദ്ധമാണ് ശുദ്ധത്തിൻ്റെ വിപരീത പദം. ഇതൊരു ഓൺലൈൻ എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ ആൻസർ കീ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? സംഗമവേദി അല്ലേ. കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? സംഗമവേദി. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് ചേർത്തെഴുതുക. സത് പ്ലസ് ഭാവം, അതെന്താണ്? സദ്ഭാവമാണല്ലേ. സത് പ്ലസ് ഭാവം സദ്ഭാവം. ഇതുപോലെ നമുക്കൊരു വേർഡ് പറയാൻ പറ്റുമല്ലോ. ഭഗവത് പ്ലസ് ഗീത എങ്ങനെയാണ് എഴുതുന്നത്? ഭഗവത് ഗീത ഇങ്ങനെ നമ്മൾ എഴുതാറില്ലേ, അതുപോലല്ലേ ഇത്. സത് പ്ലസ് ഭാവം സദ്ഭാവം. അപ്പം നമുക്ക് ഇതിൽ നിന്ന് സദ്ഭാവം എങ്ങനെ പിരിക്കാമെന്നും ഉള്ളൊരു ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യനായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം സത് പ്ലസ് ഭാവം സദ്ഭാവവും, സദ്ഭാവത്തിനെ നമുക്ക് എങ്ങനെ പിരിക്കാം? സത് പ്ലസ് ഭാവം എന്നും പിരിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു ആൻസർ, ഒരു വേർഡാണ് കേട്ടോ ഭഗവത്ഗീത. അതുകൂടെ ഒന്ന് നോക്കി വെക്കാം. അടുത്തത്, ശരിയായ ജോഡി ഏത്? അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് നമുക്ക് ശരി. തോഴി, ആളി, സഖി. അപ്പോൾ തോഴിക്ക് പറയുന്ന പര്യായ പദമാണ് ആളിയും സഖിയും. എന്നാൽ അളി എന്താണ്? അളി അളി എന്ന് പറഞ്ഞാൽ വണ്ടാണ് കേട്ടോ. വണ്ടാണ് അളി, അത് മാറിപ്പോകരുത്. ആളി എന്ന് പറഞ്ഞാൽ തോഴിയും അളി എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടുമാണ്. അടുത്ത നോക്കി, എതിർലിംഗം എഴുതുക. ലേഖകന്റെ എതിർലിംഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലേഖികയാണല്ലേ, ലേഖിക. അപ്പം നമുക്ക് ലേഖകന്റെ എതിർലിംഗമാണ് ലേഖിക. ഇതെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കി അറിയാം, റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ലേഖകൻ, ലേഖിക. അടുത്തത്, ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത്. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ ഒറ്റപ്പദമാണ് കണ്ടെത്തേണ്ടത്. അക്ഷന്തവ്യം. നമ്മൾ പറയത്തില്ല അക്ഷന്തവ്യമായ തെറ്റെന്നൊക്കെ. അപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്തത് എന്താണ്? അക്ഷന്തവ്യം. തെറ്റിക്കാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസിൽ നമ്മളെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കേണ്ട. അപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്തത് എന്താണ്? അക്ഷന്തവ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പിരിച്ചെഴുതുകയാണ് കേട്ടോ. പിരിച്ചെഴുതുക. മരങ്ങളെ എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? മരം പ്ലസ് കള്ളാണ് മരങ്ങൾ. അപ്പം മരം പ്ലസ് കള്ളാണ് മരങ്ങൾ. അടുത്ത് നോക്കിയേ, ശരിയായ പദം എഴുതുക. ഇതിനകത്ത് അതിഥി എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിഥി എങ്ങനെയാണ് എഴുതേണ്ടത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അതിഥി. അതിഥി. ഓക്കെ. ഇനി 10 ഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്ത്? അപ്പം നമുക്ക് നോക്കിയേ, പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. ഈ ഓപ്ഷനാണ് ശരി. എന്താണ്? നമ്മളുടെ അച്ഛനമ്മമാരുടെ ഗുണം എന്ത് ചെയ്യും? മക്കളിലേക്കും വരും അല്ലേ. ആ ഗുണങ്ങൾ നമ്മുടെ മക്കളിലേക്കും ജനറ്റിക്സ് വഴി വരും. അതാണ് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ലേത്? അതിൻ്റെ ഓപ്ഷനാണ് ഓപ്ഷൻ ബി, ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. അതായത് ഒരു ചെറിയ കാര്യം ഒരുപാട് പേര് കൂടി ചേർന്നാൽ എന്ത് ചെയ്യില്ല, അത് വിജയത്തിലേക്ക് എത്തത്തില്ല. അതാണ് ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ നമ്മുടെ പഴഞ്ചൊല്ല്, സമാനമായ പഴഞ്ചൊല്ല്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ചോദ്യം, വിൻ പ്ലസ് സ്ഥലം. വിൻ പ്ലസ് സ്ഥലം വിണ്ടലം. ഇതിൻ്റെ സന്ധി ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വിണ്ടലം എന്നുള്ള വേർഡ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിണ്ടലം എങ്ങനെയാണ് പിരിക്കുന്നത്? വിൻ പ്ലസ് സ്ഥലം എന്നാണ് തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സന്ധി ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ആദേശ സന്ധിയാണ്. ഏതാണ്? ആദേശ സന്ധിയാണ്. അടുത്ത് നോക്കാം, ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നപുംസകം എന്നാണ്. നപുംസകം. അപ്പോൾ നമ്മൾ ബഹുവചനമൊക്കെ പഠിക്കുമ്പോൾ അറിയാം അല്ലേ, നമ്മൾ മരങ്ങൾ, നദികൾ, അതായത് സ്ത്രീയോ പുരുഷനോ എന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത അവരെയാണ് നമ്മൾ നപുംസകം എന്ന് പറയുന്നത് അല്ലേ, നപുംസകം. അടുത്ത നോക്കിയേ, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം.
മഞ്ഞാണ് കേട്ടോ. മഞ്ഞിനെയാണ് നമ്മൾ കൂട്ടത്തിൽ പെടുത്താത്തത്. കാരണം എന്താണ്? സാമുദ്രമായിക്കോട്ടെ, വസിരമായിക്കോട്ടെ, അക്ഷീപമായിക്കോട്ടെ, ഇവരെല്ലാം ഉപ്പിൻ്റെ പര്യായമാണ്. എന്തിൻ്റെയാണ്? ഉപ്പിൻ്റെ പര്യായം. എന്നാൽ മഞ്ഞിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നീഹാരം, നീഹാരം, അതുപോലെ തുഹിനം, പ്രാലേയം ഒക്കെ എന്തിനാണ്? മഞ്ഞിൻ്റെ പര്യായമാണ്. നീഹാരം, തുഹിനം, പ്രാലേയം ഒക്കെ മഞ്ഞിൻ്റെ പര്യായങ്ങളാണ്. എന്നാൽ മാലേയം എന്താണ്? മാലേയം ചന്ദനത്തിൻ്റെ പര്യായമാണ്. അടുത്ത നോക്കാം. ശരിയല്ലാത്ത വിപരീത പദരൂപം ഏത്? അതായത് ഇതിനകത്തെല്ലാം വിപരീത പദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരെണ്ണം ശരിയല്ല. അതിൻ്റെ ശരിയല്ലാത്തത് ഉപജയം അപജയമാണ് കേട്ടോ. ഉപജയം അപജയം. കാരണം എന്താണ്? അപജയത്തിൻ്റെ വിപരീതം ഉപജയമാണ്. ഉപജയമാണ്, ഉപജയം. ഓക്കെ, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ അത് നമുക്ക് പഠിച്ചൂടെ? അണിയം അമരം. അപ്പോൾ അണിയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അമരമാണ്. അണിയത്തിൻ്റെ ഓപ്പോസിറ്റ് അമരമാണ്. വൃഷ്ടി സമിഷ്ടി. വൃഷ്ടിയും സമിഷ്ടിയും. വൃഷ്ടി സമിഷ്ടി. ആദാനം പ്രധാനം. ആദാനോ പ്രധാനോ എന്താണ്? ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ആദാനം പ്രധാനം. അപ്പോൾ ഉപജയത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അപജയം. ചായാണ് കേട്ടോ അവിടെ വരുന്നത്. അടുത്തത് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? ചുട്ടെഴുത്തുകൾ ഏതാണെന്നറിയാമോ? ചുട്ടെഴുത്തുകൾ ഓപ്ഷൻ എ ആണ്. ആ ഇ എ ആണ് കേട്ടോ. ആ ഇ എ ആണ് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത്. അടുത്തത് ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത്. ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ അർത്ഥം എന്താണ്? ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. എന്താണ്? ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് എന്നുള്ള പ്രയോഗം ആണിതിൻ്റെ. അതായത് ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമാണ് ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങൾ തെറ്റായ ജോഡി ഏത്? അപ്പം നമുക്ക് നേതാവ് നേത്രി ശരിയാണെന്ന് നമുക്കറിയാം അല്ലേ. വിദ്വാൻ വിദുഷി അതും നമുക്കറിയാം ശരിയാണെന്ന്. എന്നാൽ കവിയുടേത് കവയിത്രി അല്ലേ? കവിയിത്രിയാണോ? അല്ല. അപ്പം കവയിത്രിയാണ് കേട്ടോ. കവയിത്രി. അപായം ഉപായം അതും ശരിയാണ്. അപായം ഉപായം. അപ്പം നേതാവ് നേത്രി, വിദ്വാൻ വിദുഷി, കവിയുടെ എന്താണ്? കവയിത്രി, അപായം ഉപായം. അപായം ഉപായം. അടുത്ത ക്വസ്റ്റ്യൻ. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ്? പിപഠിഷു ആണ്. പിപഠിഷു. എന്നാൽ പിപാസു എന്താണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിപാസു എന്ന് പറയുന്നത്. എന്നാൽ ദിദൃക്ഷു എന്താണ്? കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദിദൃക്ഷു. എന്നാൽ ബുഭുക്ഷുവോ? ഭക്ഷിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ബുഭുക്ഷു. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. അതായത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നപുംസകമായിക്കോട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ മാത്രം കുറിക്കുന്നത് ഏതാണ്? സലിംഗ ബഹുവചനമാണ്. എന്താണ്? സലിംഗം. അതായത് ഇപ്പം നമ്മൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ത്രീയും പുരുഷനും വരും. അതെന്താണ്? അലിംഗ ബഹുവചനമാണ് അല്ലേ. അപ്പം ജനങ്ങൾ എന്ന് പറയുന്നത് അലിംഗ ബഹുവചനമാണ്. എന്നാൽ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പം വനിതകൾ അല്ലെങ്കിൽ അമ്മമാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അതാണ് സലിംഗ ബഹുവചനം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവൻ എന്ന പദം പിരിച്ചെഴുതുക. അവൻ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ആ പ്ലസ് അൻ എന്നാണ് പിരിച്ചെഴുതുന്നത് അല്ലേ. അവൻ ആ പ്ലസ് അന്നാണ് അവൻ. എന്നാൽ അവൾ എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ആ പ്ലസ് അള്ളാണ് അവൾ. ആ പ്ലസ് അൻ അവനും, ആ പ്ലസ് അള്ളെന്താണ്? അവളുമാണ്. അടുത്തത് ആദേശസന്ധിക്ക് ഉദാഹരണം. ഇത് എളുപ്പമാണ് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതേ ഉള്ളൂ. വിൻ പ്ലസ് സ്ഥലം വിണ്ടലം ആദേശസന്ധിയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ വിൻ പ്ലസ് സ്ഥലം വിണ്ടലം എന്താണ്? ആദേശസന്ധിയാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചു. അത് തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. തിരിച്ചാണെന്നേ ഉള്ളൂ. ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം എന്താണ്? ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം ആദിപ്രരൂപമാണ് കേട്ടോ. ആദിപ്രരൂപം. അപ്പോൾ ഈ വേർഡ്സ് ഒന്ന് നോക്കുക. ആർക്കിടൈപ്പ് എന്നത് ആദിപ്രരൂപം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിവാത്സല്യം അപകടകാരിയാണ്. അതിവാത്സല്യം അപകടകാരിയാണെന്നാണ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. അടുത്ത നോക്കി. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. തിതീർഷ എന്താണ്? തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ. തിതീർഷ എന്താണ്? തരണം ചെയ്യാനുള്ള ഇച്ഛ. എന്നാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആരാണ്?
പിപാസു. എന്താണ്? പിപാസു. എന്നാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിനെ പിപാസ എന്ന് പറയും. പിപാസ. അപ്പം ഇവിടെ തിതീർഷ തരണം ചെയ്യാനുള്ള ഇച്ഛ. എന്നാൽ തിതീർഷു എന്താണ്? തരണം ചെയ്യാൻ ഇച്ഛയുള്ള ആൾ എന്നാണ് തിതീർഷുവിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ പിപാസു എന്താണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപാസ കുടിക്കാനുള്ള. അപ്പോൾ അടുത്ത് നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? അപ്പം ഇതിനകത്ത് ഉഗ്രവും അത്യുഗ്രവുമാണ് കേട്ടോ. ഉഗ്രവും അത്യുഗ്രവുമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. അപ്പോൾ ബാക്കി നോക്കാം. ജംഗമം, സ്ഥാവരം, ഇതെല്ലാം കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വിപരീത അർത്ഥം വരുന്ന പദങ്ങളാണ്. ജംഗമത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? സ്ഥാവരം. സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. വൃഷ്ടി, സമിഷ്ടി നമ്മൾ കഴിഞ്ഞ ഇതിലും പഠിച്ചതാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പഠിച്ചതാണ്. മണ്ഡനം, ഖണ്ഡനം. മണ്ഡനത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഖണ്ഡനം. അപ്പോൾ ഇത് മൂന്നും ശരിയാണ്. അടുത്ത നോക്കാം. കുതിരയുടെ പര്യായമല്ലാത്തത് ഏത്? കുതിരയുടെ പര്യായമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണെന്നറിയാമോ? ഓപ്ഷൻ എ ആണ് അല്ലാത്തത്. ബാക്കിയെല്ലാം കുതിരയുടെ പര്യായമാണ്. അപ്പം നമുക്ക് ബാക്കി പഠിച്ചൂടെ? ഹയം, ഘോടകം, പീതി, ഇതെല്ലാം കുതിരയുടെ പര്യായ പദങ്ങളാണ്. ഹയം, ഘോടകം, പീതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. നായകൻ നായകിയാണോ? നായകൻ നായികയാണെന്ന് നമുക്കറിയാമല്ലേ. നായിക, നായിക, നായിക. നായികയാണോ? അല്ല. അപ്പോൾ ബാക്കിയുള്ള ശരിയാണ്. തപസ്വി, തപസ്വിനി, ഉപാധ്യായൻ, ഉപാധ്യായി, ശ്വശ്വരൻ, ശ്വശ്രു. ശ്വശ്വരൻ എന്താണ്? ശ്വശ്രു. തപസ്വി, തപസ്വിനി, ഉപാധ്യായൻ, ഉപാധ്യായി. അടുത്ത പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനം എന്താണ്? നമുക്ക് കാണുമ്പോൾ ബഹുവചനമായിട്ട് തോന്നും, എന്നാൽ ഒറ്റൊരാളെ അത് കാണത്തുള്ളൂ അല്ലേ. മിടുക്കറാണോ? മിടുക്കറല്ലല്ലോ. മിടുക്കറിനകത്ത് ഒരുപാട് പേര് വരും അല്ലേ. സ്ത്രീകളും ഒരുപാട് പേര് വരും. നദികൾ എന്ന് പറഞ്ഞാലും ഒരുപാട് നദികളുണ്ട്. എന്നാൽ വൈദ്യർ എന്ന് പറയുന്ന ഒരാളല്ലേ, അവരെ ബഹുമാനപൂർവ്വം നമ്മൾ വിളിക്കുകയാണ് വൈദ്യർ. എറെന്ന് ചേർക്കുമ്പോൾ അതൊരു പൂജക ബഹുവചനത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യയമാണ് അല്ലേ. എന്നുള്ളത് വൈദ്യർ, അതുപോലെ ഭാഗവതർ, ദ്രോണർ, ഇങ്ങനെയൊക്കെയുള്ള വേർഡ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. കരണിപ്രസവം. കരണിപ്രസവത്തിൻ്റെ അർത്ഥം എന്താണ്? അപൂർവമായ സംഭവം. അപൂർവമായ സംഭവത്തിനെയാണ് എന്ത്? കരണിപ്രസവം. അതായത് റെയറായിട്ട് നടക്കുന്ന കാര്യത്തിനെയാണ് കരണിപ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഏതാണെന്ന് അറിയാമോ? ശരിയായിട്ടുള്ളത് സി ആണ് കേട്ടോ. 1ഉം 3ഉമാണ് ശരി. പാടവം ശരിയാണ്, അതിർത്തി ശരിയാണ്, പഠിതാവും ശരിയാണ്, ശൃംഖല ശരിയാണ്, നിഷ്ഠ ശരിയാണ്, യഥാതഥം ശരിയാണ്. ഈ രണ്ടാമത്തെ ഓപ്ഷനകത്ത് സൃഷ്ടാവ് എന്നല്ല എഴുതിയിരിക്കുന്നത്, അത് സ്രഷ്ടാവ് എന്നാണ് കേട്ടോ യഥാർത്ഥത്തിൽ വരേണ്ടത്. സ്രഷ്ടാവ്, അതാണ് അവിടെ തെറ്റുപറ്റിയിരിക്കുന്നത് കേട്ടോ. ഹാർദവം എന്നുള്ളത് തെറ്റാണ്. ഹാർദമാണ് ശരി, വ്യവസ്ഥ ശരിയാണ്. അപ്പോൾ ഈ ഹാർദവും വ്യവസ്ഥയും ശരിയാണ്. ഈ സൃഷ്ടാവാണ് ഇവിടെ പ്രശ്നക്കാരനായത്. സ്രഷ്ടാവാണ് കേട്ടോ എഴുതേണ്ടത്. അപ്പോൾ അടുത്തത്, മഹോന്നതം എന്ന വേർഡ് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നതാണ്? മഹാ പ്ലസ് ഉന്നതം, മഹാ പ്ലസ് ഉന്നതം. ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ട പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. അപ്പം സ്വാധീനത്തിൻ്റെ വിപരീത പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് സ്വാധീനം? പരാധീനമാണ് കേട്ടോ. സ്വാധീനത്തിൻ്റെ വിപരീത പദം പരാധീനമാണ്. പരാധീനം. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഭൂമിയാണ് കേട്ടോ. ഭൂമി. മേദിനി എന്ന പദത്തിന് സമാനമായിട്ടുള്ള വേർഡ് ഏതാണ്? ഭൂമി. ഭൂമിയുടെ മറ്റൊരു പര്യായമാണ് മേദിനി. ഇനി വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ എങ്ങനെ വരും എന്നാണ്. വിലക്കിയില്ല, വിലക്കിയില്ല എന്നാണ് വരുന്നത്. വിലക്കി പ്ലസ് ഇല്ല, വിലക്കിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഏതാണ്? സി ആണ് കേട്ടോ. ജയിൽ മോചനത്തിനു ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു എന്നതാണ് ശരിയായ ഉത്തരം. അടുത്തത്, ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. ഇതേതാണ് ശരിയായ സ്ത്രീലിംഗ പദമുള്ളത്? രക്ഷകൻ, രക്ഷിക ശരിയാണ്. കാന്തൻ, കാന്ത ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണല്ലേ ശരി. 1ഉം 3ഉമാണ് ശരി. 97 ബി ആണ് കേട്ടോ. അപ്പം സ്വാമി, സ്വാമിജി ആണോ? അല്ല, സ്വാമിനിയാണ്.
സ്വാമിനി. ഓക്കെ, അടുത്ത ചോദ്യം. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾക്ക് എന്താണ്? പ്രേക്ഷകൻ എന്നാണ് പറയുന്നത് അല്ലേ? പ്രേക്ഷകൻ. എന്നാൽ പ്രേക്ഷകൻ എന്താണ്? പ്രേക്ഷകൻ തെറ്റിക്കാൻ വേണ്ടി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പ്രേക്ഷകൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അയക്കുന്നയാൾ. അപ്പം നമ്മൾ കത്ത് എഴുതുമ്പോൾ ഫ്രം എന്ന് പറയത്തില്ലേ? പ്രേക്ഷകൻ. അതിനെയാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത്. അടുത്തത് ടെറിട്ടോറിയൽ ഡോമിനേഷൻ. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എങ്ങനെ വരും? പ്രാദേശികാധിപത്യം. പ്രാദേശികാധിപത്യം എന്നാണ് ടെറിട്ടോറിയൽ ഡോമിനേഷൻ്റെ അർത്ഥം. അടുത്തത് ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലേതാണ്? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. നമ്മൾ പറയത്തില്ലേ ഉണ്ട ചോറിൽ കല്ലിടരുത് എന്ന് പറയത്തില്ലേ? അതേപോലെയാണ് ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. അപ്പോൾ നമ്മൾ ഈ 10 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മാനക ഭാഷയാണ് കേട്ടോ. മാനക ഭാഷയാണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷ. സ്റ്റാൻഡേർഡ് ലാംഗ്വേജിൻ്റെ പരിഭാഷ ഏതാണ്? മാനക ഭാഷ. പ്രേക്ഷകൻ. കണ്ടോ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കണ്ടോ? പ്രേക്ഷകൻ. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സ്ത്രീലിംഗ രൂപം? പ്രേക്ഷക. പ്രേക്ഷക. ഇത് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാബ് അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. പ്രേക്ഷകയാണ് പ്രേക്ഷകൻ്റെ സ്ത്രീലിംഗ രൂപം. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താക്കോൽ എങ്ങനെയാണ് എഴുതുന്നത്? താഴ് പ്ലസ് കോല്. താഴ് പ്ലസ് കോലാണ് താക്കോൽ. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? ഏതാണ് ശരിയായ പദരൂപം? വിദ്യാർത്ഥി. വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയെ തന്നെ പല രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ശരിയായ രൂപം ഏതാണ്? വിദ്യാർത്ഥി. താ ഇട്ടിട്ട് ധ. വിദ്യാർത്ഥി. ഓക്കെ, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ശരിയായ വാക്യം ഏതാണ്? ഡി ആണ് കേട്ടോ. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അതാണ് ശരിയായിട്ടുള്ള വാക്യം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത്. ബഹുവചന രൂപം അല്ലാത്തത് നമുക്ക് നോക്കാം. ഏതാണ്? മാരാറ്. ഒരാളല്ലേ ഉള്ളൂ. മാരാർ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ പറഞ്ഞായിരുന്നു പൂജക ബഹുവചനമാണല്ലേ മാരാറ്. അപ്പം അത് ബഹുവചന രൂപമാണോ? അല്ല. അവർ ബഹുവചന രൂപമാണ്. ധീരർ ബഹുവചന രൂപമാണ്. ചിലറും ബഹുവചന രൂപമാണ്. അപ്പോൾ ഇതിനകത്ത് മാരാറ് മാത്രമേ ഉള്ളൂ പൂജക ബഹുവചനം. അതായിട്ട് ഒരുപാട് പേരായിട്ട് നമുക്ക് തോന്നും അവർ, പക്ഷെ ഒരാളേ ഉള്ളൂ അല്ലേ? മാരാർ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. അടുത്ത് നോക്കി. പാർവതി ജാനി. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെയെന്നാണ് അടുത്ത ചോദ്യം. ഏതാണ്? സി ആണ്. പാർവതി ജായയായിട്ടുള്ളവൻ. പാർവതി ജായയായിട്ടുള്ളവൻ എന്നതാണ് പാർവതി ജാനി എന്ന പദം ഘടകപദമാക്കുമ്പോൾ കിട്ടുന്നത്. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക എന്നതാണ് അർത്ഥം. സർപ്പന്യായം എന്താണ്? അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. പ്ര പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏതാണ്? പ്രമാണമാണ് കേട്ടോ. പ്ര പ്ലസ് മാനമാണ് പ്രമാണം. അപ്പോൾ പ്ര പ്ലസ് മാനം എന്താണ്? പ്രമാണം. അപ്പോൾ പ്രമാണത്തിന് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? പ്ര പ്ലസ് മാനം. പ്ര പ്ലസ് മാനം. അടുത്ത നോക്കാം. തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലേത്? തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഏതാണ്? കന്നി പറക്കലും കടലാട്ടവും ഒരുമിച്ച്. കന്നി പറക്കലും കടലാട്ടവും ഒരുമിച്ച് എന്ന പദത്തിൻ്റെ ആ ഒരു ശൈലിയുടെ അർത്ഥം എന്താണ്? തുടക്കം തന്നെ ഒടുക്കവുമായിത്തീരുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുകയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിയായിട്ടുള്ള പദം മാത്രം നോക്കാം. വെറുതെ തെറ്റ് പഠിച്ചു വെക്കേണ്ട. അതിഥി എന്നതാണ്. ബി ഓപ്ഷനാണ് ശരി. നമ്മൾ മുമ്പേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണല്ലേ അതിഥി. അടുത്തത് ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ജനനിയാണ് കേട്ടോ. ജനനിയാണ് പര്യായ പദം അല്ലാത്തത്. ശരിയായിട്ടുള്ളത് ഏതാ? ഭൂമിയുടെ പര്യായ പദം ആയിട്ടുള്ളത് ഏതാ? അപ്പം മേദിനി. മേദിനി നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതല്ലേ? അവനി, ധരണി, ഇതെല്ലാം ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഭൂമിയുടെ പര്യായ പദങ്ങൾ? മേദിനി,
അവനി, ധരണി. അടുത്ത ക്വസ്റ്റ്യൻ, അങ്കുശം എന്നതിൻ്റെ വിപരീത പദം എന്ത്? അങ്കുശം, അങ്കുശത്തിൻ്റെ വിപരീത പദമാണ് നിരങ്കുശം. നിരങ്കുശം. അപ്പോൾ അങ്കുശത്തിൻ്റെ വിപരീത പദം എന്താണ്? നിരങ്കുശം. അടുത്ത ക്വസ്റ്റ്യൻ, കൺ പ്ലസ് നീർ ചേർത്തെഴുതുക. കൺ പ്ലസ് നീർ എങ്ങനെ ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരും? കണ്ണീർ. കണ്ണീർ. കൺ പ്ലസ് നീർ എന്താണ്? കണ്ണീർ. അപ്പോൾ കണ്ണീർ എങ്ങനെ പിരിച്ചെഴുതാം? കൺ പ്ലസ് നീർ എന്നും നമുക്ക് പിരിച്ചെഴുതാം അല്ലേ? ശരിയായ വാക്യം ഏത്? ഇതിനകത്ത് ശരിയായ വാക്യം ഏതാണെന്ന് അറിയാമോ? മുതിർന്നവരെ നാം ബഹുമാനിക്കണം എന്നതാണ് ശരിയായ വാക്യം. മുതിർന്നവരെ നാം ബഹുമാനിക്കണം. ഇനി പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രത്യുപകാരം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പ്രതി പ്ലസ് ഉപകാരം. സി ആണ് ശരി കേട്ടോ. പ്രതി പ്ലസ് ഉപകാരം. അപ്പോൾ പ്രത്യുപകാരം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പ്രതി പ്ലസ് ഉപകാരം. അപ്പോൾ പ്രതി പ്ലസ് ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ എന്തെഴുതാം? പ്രത്യുപകാരം എന്നും നമുക്ക് എഴുതാം. ഇനി നമുക്ക് ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ഇത് നമ്മുടെ ഫൈനൽ കീയിൽ ആൻസർ ചേഞ്ച് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറയുന്നത് 97 ബി ആണ് കേട്ടോ. വിതച്ചതേ കൊയ്യൂ. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്, വിതച്ചതേ കൊയ്യൂ. നമ്മൾ എന്താണോ വിതച്ചത് അത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തത്, ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. കണ്ടോ, നമ്മൾ മുമ്പേ ഒരു ക്വസ്റ്റിനകത്ത് കവയിത്രിയാണ് കവിയുടെ സ്ത്രീലിംഗം നമ്മൾ പഠിച്ചില്ലേ? അപ്പം കവയിത്രി. തെറ്റരുത്, കവയിത്രി അല്ല, കവയിത്രി. കണ്ടോ, ആദ്യമേ കൊടുത്തിട്ടുണ്ട് കവയിത്രി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. തെറ്റാണ് കേട്ടോ. കവയിത്രിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിൽ ഉദാഹരണമല്ലാത്ത പദം എന്ത്? പദം ഏത്? അലിംഗ ബഹുവചനം എന്നുള്ളത് എന്താണ്? നമുക്ക് ഒരു ഇത് സ്ത്രീയാണോ പുരുഷനാണോ, ആ വേർഡ് കേട്ടാൽ സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ സലിംഗം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പം വനിതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? പിന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാരുടെ കൂട്ടത്തിനെയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ അലിംഗ ബഹുവചനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തിരിച്ചറിയാൻ പറ്റത്തില്ല ഏത് ലിംഗമാണ് അവരെന്ന്. അപ്പം മക്കൾ എന്നത് നമുക്ക് അലിംഗ ബഹുവചനത്തിൻ്റെ ഉദാഹരണമാണ്. ജനങ്ങൾ അത് ഉദാഹരണമാണ്. ജനങ്ങളിനകത്ത് സ്ത്രീയും പുരുഷനും ഒക്കെ വരാം. ആൺകുട്ടികൾ എന്നുള്ളത് അലിംഗ ബഹുവചനമാണോ? ആൺകുട്ടികൾ എന്നത് അലിംഗ ബഹുവചനമാണോ? അല്ല. അതെന്താണ്? സലിംഗ ബഹുവചനമാണ് അല്ലേ? നമുക്കതൊരു പുരുഷൻ്റെ നാമമാണ്, നമുക്ക് മനസ്സിലാവും. അപ്പം ഇതാണ് ശരി ഉത്തരം. പക്ഷേ ഈ ഓപ്ഷനകത്ത് അലിംഗ ബഹുവചനം അല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ആൺകുട്ടികളാണ് കേട്ടോ. ഉത്തരം ആൺകുട്ടികളാണ്. തൊഴിലാളികളും അലിംഗ ബഹുവചനം തന്നെയാണ്. അപ്പോൾ ഉത്തരം എന്താണ്? ആൺകുട്ടികൾ. അത് കാരണം എന്താണ്? അത് സലിംഗ ബഹുവചനമാണ്. അതൊരു ബോയ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷനാണ്. നമുക്ക് ബോയ്സ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷവർഗം അല്ലെങ്കിൽ പുരുഷലിംഗത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമുക്ക് അലിംഗ ബഹുവചനത്തിൽ അത് കൂട്ടാൻ പറ്റാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹം എന്നതിനുള്ള ഒറ്റപ്പദം ഏതാണ്? ജിജ്ഞാസ. ജിജ്ഞാസയാണ്. എന്നാൽ പിപാസ എന്താണ്? കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. പിപാസുവോ? പിപാസു എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ആഗ്രഹമുള്ള ആൾ. എന്നാൽ പിപഠിഷയോ? പഠിക്കാനുള്ള ആഗ്രഹം. പിപഠിഷുവോ? പഠിക്കാൻ ആഗ്രഹമുള്ള ആൾ. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് നോക്കേണ്ടത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ചോദ്യമാണ്, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം ഏതാണ്? ശിപാർശയാണ് അല്ലേ? ശിപാർശയാണ് ശരി. ശുപാർശയല്ല ശരി, ശിപാർശയാണ് കേട്ടോ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള വേർഡാണേ. അടുത്തത്, ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം ഏതാണ്? വിഷണ്ണനായിരിക്കുക എന്നതാണ് ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം. അടുത്തത്, സർവം ആത്മാവായി കരുതുന്നവൻ അതാരാണ്? ആത്മയാജിയാണ് കേട്ടോ. ആത്മയാജി. സർവം ആത്മാവായി കരുതുന്നവൻ ആരാണ്? ആത്മയാജിയാണ്. ആത്മയാജി. അടുത്തത്, മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ഗൗണമാണ് കേട്ടോ. ഗൗണം. മുഖ്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അപ്പം ഗൗണമാണ്. ഗൗണം. അടുത്തത്, ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലേത്? അപ്പോൾ ഒരുക്കങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ എന്നുള്ള അർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് നമുക്ക് വേണ്ടുന്നത്. ഏതാണ്? കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് എന്നതാണ് അതിൻ്റെ ആൻസർ. കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. അടുത്ത ചോദ്യം, തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് തെറ്റായത് ഏകദേശം 300ഓളം പേരെങ്കിലും. ഈ ഏകദേശവും ഓളം ഒന്നും ഒരുമിച്ച് വരത്തില്ല കേട്ടോ. ഒന്നെങ്കിൽ ഏകദേശം വരും, അല്ലെങ്കിൽ ഓളം എന്നൊരു വേർഡ് വരും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരത്തില്ല. അതുകൊണ്ടാണ് ആ വാക്യം തെറ്റായത്.
അടുത്ത ക്വസ്റ്റ്യൻ, പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക. ഇതിനകത്ത് പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദമാണ് വിലേശയം. വിലേശയം എന്താണ്? വിലേശയം എന്തെന്ന് വെച്ചാൽ എന്താണ്? പാമ്പാണ് കേട്ടോ. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? വെള് പ്ലസ് മ. വെള് പ്ലസ് മായാണ് വെണ്മ. നമുക്ക് വെൾ പ്ലസ് മായും പണ്ട് ഉത്തരവായിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. ഇവിടെ എഴുതാം, വെൾ പ്ലസ് മായും ശരിയാണ്. ഇപ്പോൾ നമ്മൾ PSC റീസെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ആൻസർ വെള് പ്ലസ് മാ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ആൻസർ കറപ്പിച്ചാൽ മതി. അടുത്തത്, വാരണ വ്യാള ഭല്ലൂക വൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ. ഇതിനകത്ത് അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? നമ്മൾ ഭല്ലൂകം എന്നതാണ് നമ്മൾക്ക് അടിവരയിട്ടേക്കുന്നത് ഇല്ലേ? ഭല്ലൂകം. ഭല്ലൂകം എന്താണ്? കരടിയാണ് കേട്ടോ. ഭല്ലൂകം എന്താണ്? കരടിയാണ്. അടുത്തത്, ദിക് പ്ലസ് നാഗൻ. ദിക് പ്ലസ് നാഗൻ എന്താണ്? ദിങ്നാഗനാണ് കേട്ടോ. ദിക് പ്ലസ് നാഗൻ എന്താണ്? ദിങ്നാഗൻ. നമ്മൾ വാക് പ്ലസ് മയം. വാക് പ്ലസ് മയം എങ്ങനെയാണ് എഴുതുന്നത്? വാങ്മയം എന്നാണ് എഴുതുന്നത്. വാങ്മയം. അതുപോലെയാണ് ദിക് പ്ലസ് നാഗൻ എന്താണ്? ദിഗ്നാഗൻ. അപ്പോൾ ഇതിലെയും 100 ക്വസ്റ്റ്യൻ അല്ല 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്തത് 2025 KASൻ്റെ ചോദ്യമാണ് കേട്ടോ. കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ചർച്ച ചെയ്ത് പോവാം. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? വസന്തർത്തു എങ്ങനെയാണ് എഴുതുന്നത്? വസന്ത പ്ലസ് ഋതു ആണ് വസന്തർത്തു. അപ്പോൾ വസന്തർത്തു എന്താണ്? വസന്ത പ്ലസ് ഋതു ആണ് വസന്തർത്തു. അടുത്ത്, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? ശരിയായ പ്രയോഗം ഏതാണ്? നോക്കി നോക്കി എന്നതാണ് ശരി. ഓക്കെ. അടുത്തത്, സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? എങ്ങനെയാണ് സമൃദ്ധി എഴുതുന്നത്? സം പ്ലസ് ഋദ്ധി എന്നാണ് എഴുതുന്നത്. സമൃദ്ധി എങ്ങനെയാണ് എഴുതുന്നത്? സം പ്ലസ് ഋദ്ധി. സമൃദ്ധി എന്ന പദം എങ്ങനെയാണ് എഴുതുന്നത്? സം പ്ലസ് ഋദ്ധി. അടുത്തത്, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗം ഏത്? ഏതാണ് തെറ്റായത്? വറുത്ത ചക്ക എന്നതാണ്. വറുത്ത ചക്ക എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ച വേണ്ട, ചക്ക എന്ന് മതിയായിരുന്നു. വറുത്ത ചക്ക എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാറ്റ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഏതാണ്? അനലനാണ് അല്ലേ? അനലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിയാണ്. എന്നാൽ അനിലൻ എന്താണ്? കാറ്റാണ്. പവനനും കാറ്റാണ്. സദാഗതിയും കാറ്റാണ്. അപ്പോൾ അനലൻ വേണ്ട നമുക്ക്. അനലൻ എന്താണ്? അനലൻ എന്താണ്? തീയാണ്. തീ. ഓക്കെ. അനിലൻ എന്താണ്? കാറ്റാണ്. പവനൻ കാറ്റാണ്. സദാഗതിയും കാറ്റാണ്. അടുത്തത്, വേറിട്ട പദജോടി ഏതാണ്? ഇതാണ് കേട്ടോ. 76A ആണേ. ഇരിക്കണം എന്ന് എഴുതിയതാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണേ. അടുത്തത്, തെറ്റായ പദം ഏത്? ഏതാണ് തെറ്റായ പദം? പ്രദക്ഷിണമാണ് തെറ്റില്ലേ? പ്രദക്ഷിണമല്ല, പ്രദക്ഷിണമാണ്. പ്രദക്ഷിണമാണ് ശരി. പ്രദക്ഷിണം. അടുത്തത്, ശരിയായ പ്രയോഗം ഏത്? ഏതാണ് ശരിയായിട്ടുള്ള പ്രയോഗം? ദൈനംദിനാവശ്യമാണ് ശരി. ദൈനംദിനാവശ്യം. അപ്പോൾ ഇങ്ങനെ ശരിയായെന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള വേർഡ് മാത്രം നോക്കിപ്പോയത്. നമ്മൾ എന്തിനാ തെറ്റ് പഠിക്കുന്നത് അല്ലേ? അടുത്തത്, ശരിയായ പദം ഏത്? ഇതിനകത്ത് ഏതാണ് ശരിയായ പദം? ഇനി അടുത്തത്, ശരിയായ പദം ഏത്? ഏതാണ് ശരിയായ പദം ഏത്? ഇതിനകത്ത് ഏതാണ് ശരി? യാദൃച്ഛികമാണല്ലേ ശരി. യാദൃച്ഛികമാണ് ശരി. കാരണം എന്താണ്? പീഡനത്തിന് ഈടായാണ് വേണ്ടുന്നത്. അകത്തോട്ട് ചുനിപ്പ് വേണ്ട. അടിമത്വം അല്ല, അടിമത്തം ആണ്. അടിമത്തം ആണ്. ഹാർദവം എന്നുള്ള വേർഡ് തെറ്റാണെന്ന് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേ പറഞ്ഞു. ഹാർദമാണ് അല്ലേ? ഹാർദമാണ് ശരി. അടുത്തത്, ഭൂമിയെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഭൗമമാണ് കേട്ടോ. ഇത് നമ്മുടെ നോർമൽ PSC ക്വസ്റ്റ്യൻസിലും എല്ലാം ചോദിച്ചിട്ടുണ്ട്. 10th 12th ലെവലിലും ഡിഗ്രി ലെവലിലും എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. KS ആണെന്ന് വെച്ച് വിട്ട് കളയരുത്. ഭൗമമാണ് ഭൂമിയെ സംബന്ധിച്ചത്. അടുത്തത്, നമ്മുടെ നോർമൽ ലെവലിലുള്ള ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് ഞാൻ ചർച്ച ചെയ്യുന്നത്. പുരോഗതി എന്ന പദത്തിന് ഏറ്റവും അനുയോജ്യമായ വിപരീത പദം ഏതാണ്? പശ്ചാത്ഗതിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അധോഗതിയായിട്ട് തോന്നും, തെറ്റാണ്. പശ്ചാത്ഗതിയാണ് പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിപരീത പദം. അടുത്ത കണ്ടോ, വീണ്ടും വന്ന് കണ്ടോ, അറിയാനുള്ള ആഗ്രഹം ഏതാണ്? ജിജ്ഞാസ.
അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹമുള്ള ആളേതാണ്? അറിയാൻ ആഗ്രഹമുള്ള ആളേതാണ്? ജിജ്ഞാസുവാണ്. പക്ഷെ നമുക്ക് ആദ്യമേ ഓപ്ഷൻ തന്നിട്ടുണ്ട് തെറ്റിക്കാൻ. എന്നാൽ ഇതെന്താണ്? ആഗ്രഹമാണ്. ആഗ്രഹം ജിജ്ഞാസയാണ്. എന്നാൽ ആഗ്രഹമുള്ള ആളെന്ന് ചോദിച്ചാലോ ജിജ്ഞാസുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം ഏത്? അതേതാണ്? ആജീവനാന്തം. ആജീവനാന്തമാണ് കേട്ടോ ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം. അടുത്തത്, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? വിദുഷി. വിദുഷിയാണ് വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചനാർത്ഥം ഇല്ലാത്തത് ഏത്? അതായത് ബഹുവചനം അല്ലാത്തത് ഏതാണ്? അവർകളാണ് അല്ലേ? അവർകളാണ് ബഹുവചനം അല്ലാത്തത്. അത് ഒരാളെയാണ് നമ്മൾ അവർകൾ എന്ന് പറയുന്നത്. എന്നാൽ സ്വാമിമാർ ഒരുപാട് പേരില്ലേ? പുലികളും ഒരുപാട് പേരില്ലേ? നോട്ടങ്ങളും ഒരുപാടുണ്ട്. ബഹുവചനാർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഈ വേർഡ്സ് എല്ലാം. അടുത്ത ചോദ്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അടുത്ത, ഞായറോടൊപ്പം ഉണർന്നു ഞാൻ. ഞായറോടൊപ്പം ഉണർന്നു ഞാൻ എന്ന് പറയുന്ന വേർഡിനകത്ത് ഞായർ എന്ന പദത്തിന് അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞായർ എന്താണ്? സൂര്യനാണ്. സൂര്യൻ. അടുത്തത്, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഏതാണ് ശരിയായ വാക്യം? രക്ഷകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 92D ആണ് കേട്ടോ. അടുത്തത്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന് സമാനമായി ഔദ്യോഗികാവശ്യത്തിന് ഉപയോഗിക്കുന്ന മലയാള പദം ഏത്? അതേതാണ്? നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിരാക്ഷേപ പത്രം. നിരാക്ഷേപ പത്രമാണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. നിരാക്ഷേപ പത്രമാണ്. അടുത്ത, അന്യത്ര സേവനം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദം ഏത്? അന്യത്ര സേവനം. അതേതാണ്? ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് അന്യത്ര സേവനം എന്ന് പറയുന്നത്. അടുത്തത്, തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം ഏത്? എന്താണ്? കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. അതായത് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും രണ്ടും കൂടെ ഒരു റിലേഷൻ കാണും. ഓക്കെ, അതായത് ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണവും കാണും. അത് രണ്ടും ആശ്രിതമായിരിക്കും എന്നതാണ് ആ ശൈലിയുടെ അർത്ഥം. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? നിരന്തരമായ പ്രയത്നം വിജയത്തിൽ എത്തിക്കും. അതായത് ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പണിത് ഉയർത്തിയതല്ല റോം അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താണ്? നിരന്തരമായ പ്രയത്നം എന്ത് ചെയ്യും? വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പോൾ അടുത്ത ചോദ്യം, വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന ചൊല്ലിന് ഏറ്റവും സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ലേത്? അതേതാണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അപ്പോൾ വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന ചൊല്ലിന് സമാനമായിട്ടുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇനി നോക്കി, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ ഭാഗം ഏത്? ഏതാണ് തെറ്റായ ഭാഗം? ഷഷ്ടിപൂർത്തിയാണ് കേട്ടോ. ഷഷ്ടിപൂർത്തി എങ്ങനെ എഴുതേണ്ടത്? ഈ എസ്ഡായാണ് കേട്ടോ ഷഷ്ടിപൂർത്തിക്ക്. ഇനി 99, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്നു. ഈ വാക്യത്തിൻ്റെ ശരിയായ വിവർത്തനം, ഇംഗ്ലീഷിലുള്ള വിവർത്തനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് കേട്ടോ, ഹീസ് ടെമ്പററിലി സസ്പെൻഡഡ് ഫ്രം വർക്ക് ഡ്യൂ ടു ഡെറിലിക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി. അപ്പോൾ ഏതാണ്? ഹീസ് ടെമ്പററിലി സസ്പെൻഡഡ് ഫ്രം വർക്ക് ഡ്യൂ ടു ഡെറിലിക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നതാണ് അതിൻ്റെ ഉത്തരം. സാമാന്യം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഏതാണ്? വിശേഷമാണ് കേട്ടോ. സാമാന്യത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? അപ്പം വിശേഷമാണ്. അപ്പോൾ 2025 PSC ചോദിച്ച ഓൾമോസ്റ്റ് എല്ലാ മലയാള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 100ഓളം ചോദ്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിലൂടെ ഗുണമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.